ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ദുബായിലെ ഒരു ഹിഡൻ ജമ്മാണ്, ദുബായ് ഐലൻഡ്. സമയത്ത് ഇത്രയൊന്നും ആൾക്കാരില്ലായിരുന്നു. ഒണ്ടടിച്ചിരിക്കാണ്. ഓ മൈ ഗാഡ്, നമ്മുടെ തലയിലൊക്കെ ഒന്ന് എൻട്രി ഫീസ് അങ്ങനത്തെ വല്ലതും ഉണ്ടോ? ഇല്ല, ഇവിടെ എല്ലാം കംപ്ലീറ്റ്ലി ഓപ്പൺ ബീച്ചാണ്, ഒരു എന്റർടൈൻമെന്റ് പ്ലേസ് ആണ്. ബീച്ചിനൊരു പ്രത്യേകത ഉണ്ട്. ദുബായിലെ മറ്റ് ബീച്ചുകൾ പോലെയല്ല ഇത്. നിങ്ങൾക്ക് പെറ്റ് ഉണ്ടെങ്കിൽ അതിനെ പുറത്തു കൊണ്ടുപോകാൻ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ പെറ്റിൻ്റെതായ വഴിക്ക് വിടാം, നിങ്ങൾക്ക് നിങ്ങളുടേതായ വഴിക്ക് പോകാം. പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബീച്ച് കൂടിയാണ് ദുബായ് ഐലൻഡ് ബീച്ച്. അതുപോലെ ബസ് സർവീസ് കാര്യങ്ങളൊന്നും ഇങ്ങോട്ടേക്കില്ല. നിങ്ങൾക്ക് പേഴ്സണലായിട്ടൊരു വണ്ടിയോ അല്ലെങ്കിൽ ടാക്സി സർവീസോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് വണ്ടി പാർക്ക് ചെയ്യാം. പാർക്ക് ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പോരാത്തതിന് പാർക്കിംഗ് സ്ലോട്ട് അല്ലാണ്ട് തന്നെ നമുക്കിവിടെ കച്ചകളൊക്കെ ഉണ്ട്. ഡ്രസ് ചേഞ്ചിങ്, വാഷ്റൂം, ഫെയർ ഹാളുകൾ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഒന്നിനും ഇവിടെ ഒരു കുറവില്ല. സൺസെറ്റ് ആവുന്ന സമയത്ത് നമ്മൾ പതുക്കെ ഡ്രസ്സൊക്കെ മാറി വെള്ളത്തിൽ ചാടി അർമതിക്കാൻ പോകും. ബീച്ചിൽ കുളിച്ചതിന് ശേഷം ഇതിനുള്ളിൽ കയറി ഒരു കുളി വിളിക്കണം. കിടിലം വൈബാണ്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ദുബായ് ഐലൻഡിൽ ഇന്നത്തെ ഈവനിങ്? ഇന്നത്തെ ഇത് ഞങ്ങൾ പറഞ്ഞ് അറിയുമ്പോൾ നിങ്ങൾ തള്ളാണെന്ന് വിചാരിക്കും. പക്ഷേ ഈ ഇത്രയും വൈബ് സംഭവം, നിങ്ങൾ 4-5 ഫ്രണ്ട്സായിട്ട് വന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി പാർക്കിലൂടെയൊക്കെ നടന്ന് കുറച്ച് പെറ്റ്സിനൊക്കെ കാണുമ്പോൾ കോർപ്പറേറ്റ് ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു റിലാക്സേഷൻ ആയിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഞാനത് ഈ കോലത്തിൽ പറയുന്നത് എന്താ പറയുക, ഇതൊരു നഗ്നമായ സത്യമായിട്ട്